Hello friends, welcome to channel 𝙑𝙤𝙀 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു വയർലെസ് ഡ്യുവൽ ബാൻഡിന്റെ ഒരു അഡാപ്റ്റർ ആണ്, USB അഡാപ്റ്റർ ആണ്. നമുക്ക് ഇപ്പോൾ നോർമൽ നമ്മൾ PC നമ്മുടെ ഈ PC അൺബോക്സ് നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മുടെ ഇൻബിൽഡ് ബോർഡിൽ നമുക്ക് വൈഫൈ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വൈഫൈൻ്റെ അഡാപ്റ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ TP-Linkന്റെ ഒരു ബേസിക് മോഡലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് വീഡിയോ കാണാത്തവരെ പോയി കാണാൻ ഞാൻ മോഡൽ കൊടുക്കാം. ഒരു 400-499-450 റേഞ്ചിൽ വരുന്ന ഒരു മോഡലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ TP-Linkന്റെ തന്നെ വേറൊരു ഡ്യുവൽ ബാൻഡ് ആയിട്ടുള്ള ഒരു USB അഡാപ്റ്ററാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമുക്ക് രണ്ട് ബാൻഡ് 2.5 GHz വരുന്നത് 5 GHz സപ്പോർട്ട് ചെയ്യുന്നൊരു വൈഫൈ അഡാപ്റ്ററാണ്. അപ്പോൾ ഇത് ഒരു 1000 താഴെ വരുന്ന റേറ്റ് വരുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈ എൻഡ് ഒരു നല്ല സ്പീഡ് ക്യാപ്ചർ ചെയ്യുന്ന കപ്പാസിറ്റി വേണമെന്നുള്ളവർക്ക് ഇത് വാങ്ങിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള അവരൊരു സോഫ്റ്റ്വെയർ വഴി എക്സ്ട്രാ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഒരു ഫീച്ചർ ഉണ്ട് ഇതിൽ. നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഈ മോഡത്തിൻ്റെ ബാക്കിലൊക്കെ കാണുന്ന ആൻറ്റിന ഇല്ലേ, അതുപോലത്തെ ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. Instagram, Facebook ഫോളോ ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടെ. ഫേസ്ബുക്കിൽ നമ്മൾ പേജ് തുടങ്ങിയിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അൺബോക്സിംഗ് ചെയ്യുക, എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ TP-Linkന്റെ നമ്മുടെ ഡ്യുവൽ ബാൻഡ് USB അഡാപ്റ്ററാണ്, വയർലെസ്സിൻ്റെ വൈഫൈൻ്റെ. നമ്മൾ നേരത്തെ കണ്ട ബോക്സ് ഉണ്ട്, അത് ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പരിചയപ്പെടാം. ബോക്സ് ഇത് കുറച്ച് ഹൈ എൻഡ് മോഡലാണ് ഇവരുടെ. ഇപ്പം എന്തായാലും നിങ്ങൾക്കൊരു ഹൈ എൻഡ് മോഡൽ എക്സ്റ്റേണൽ ആൻറ്റിന വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു വയർലെസ് അഡാപ്റ്റർ തന്നെയാണ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിതിന് മുമ്പ് ഇതിൻ്റെ ബേസിക് പറഞ്ഞാൽ പരിചയപ്പെട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ. TP-Linkന്റെ കാണാത്തൊരുമേ കാണും, ഞാൻ മുകളിൽ കൊടുക്കാൻ ലിങ്ക്. അതൊരു 500 താഴെയുള്ള റേഞ്ചിലായിരുന്നു. ഇത് നമുക്ക് ഒരു ഡ്യുവൽ ബാൻഡായിട്ട് രണ്ട് ബാൻഡിലും വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. 5 GHz 2.5 GHz വർക്ക് ചെയ്യുന്ന ടൈപ്പാണിത്. മറ്റേ നമുക്ക് നോർമൽ 2.5 GHz തരുന്നു. ഇതിപ്പോൾ കുറച്ചൊരു ഹൈ എൻഡ് മോഡലാണ്. പിന്നെ നമുക്ക് ആൻറ്റിന പോലെ ഇങ്ങനെ പൊന്തിക്കുന്ന ടൈപ്പ് ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മോഡൽ നെയിം AC600 എന്നാണ് TP-Linkന്റെ പേര് എഴുതിയിട്ടുണ്ട്. 5 dB എന്ന് എഴുതിയിട്ടുണ്ട്, ഹൈ ഗെയിൻ ആൻറ്റിന എഴുതിയിട്ടുണ്ട്. മാക്സ് സപ്പോർട്ട്, വിൻഡോസ് കമ്പാറ്റബിൾ, വേൾഡ്സ് നമ്പർ 1 എന്നൊരു സ്റ്റിക്കർ പിടിച്ചിട്ടുണ്ട്. 180 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണെന്ന് ഒരു പടം കാണിച്ചിട്ടുണ്ട്. ഇവിടെ 433 MBps 5 GHz 200 MBps വരെ 2.5 GHz കിട്ടുന്ന എഴുതിയിട്ടുണ്ട്. അതേപോലെ ടർബോ കാണുന്ന എഴുതിയിട്ടുണ്ട്. 33% ഫാസ്റ്റർ ആണ് 2.4 GHz എഴുതിയിട്ടുണ്ട്. ഹൈ ഗെയിൻ ആണ്, ബൂസ്റ്റ് വൈഫൈ റേഞ്ചിനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 year വാറണ്ടിന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് TP-Link എഴുതിയിട്ടുണ്ട്. AC600 ഡ്യുവൽ ബാൻഡ് വൈഫൈ അഡാപ്റ്റർ എഴുതിയിട്ടുണ്ട്. ഇൻക്രീസ് റേഞ്ച് വിത്ത് ഹൈ ഗെയിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ മൾട്ടി ഡയറക്ഷണൽ ആൻറ്റിനാന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൽ MRP ഞാൻ ഭയങ്കര ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. MRP 2199 ആണ് വരുന്നത്. ഒരു 1000 താഴെ അല്ലെങ്കിൽ 1200 റേഞ്ച് ആ റേഞ്ചിലൊക്കെ നമുക്ക് വരാറ്. എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും കേട്ടോ. അപ്പോൾ താല്പര്യർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. പിന്നെ അതിൽ കുറേ ഭാഷയിൽ അവരുടെ സംഭവത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സൈഡിലും ഡീറ്റെയിലുള്ള സംഭവം തന്നെയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. എന്തൊക്കെയാണ് നോക്കാം. ബോക്സിൽ ഒന്നുണ്ടാവില്ല, ഡ്രൈവറും മറ്റു മെയിൻ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ആ ഡ്രൈവറിൻ്റെ നമ്മുടെ ഒരു CD വന്നിട്ടുണ്ട്. നമുക്കിത് ഈ ഡ്രൈവറിൻ്റെ CD ശരിക്കും ആവശ്യമില്ല, ഇപ്പോൾ എല്ലാം ഓൺലൈനിൽ കിട്ടും. വേറെ ഒന്നും ഇല്ല കേട്ടോ, ബോക്സ് അത്രേ ഉള്ളൂ. നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കൊരു വയർലെസ് USB അഡാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ അഡാപ്റ്ററിൻ്റെ മെയിൻ USB അഡാപ്റ്റർ തന്നെ. ഇതൊരു ആൻറ്റിനയുടെ രൂപത്തിലാണ്. നമുക്കിതിങ്ങനെ മാറ്റി എഴുതിയിട്ട് ഒക്കെ ചെയ്യാം. അത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ശരിക്കും നോർമലി നമ്മൾ പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വൈഫൈ റേഞ്ച് കിട്ടും നമുക്ക്. അപ്പോൾ ഞാനിത് എന്തായാലും ഇൻസ്റ്റാളേഷൻ ഒന്നും കാണിക്കുന്നില്ല, എന്ന് വെച്ചാൽ പ്ലഗ് ആൻഡ് പ്ലേ മോഡലാണ്. അപ്പോൾ ഇനി വലിയ ഇൻസ്റ്റാളേഷൻ ആവശ്യമില്ല, നമുക്ക് വൈഫൈ റേഞ്ച് നോർമലായിട്ട് തന്നെ കിട്ടും ചെയ്യും. ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ഇതിൻ്റെ TP-Linkന്റെ തന്നെ ബേസിക് മോഡലിൻ്റെ ഇൻസ്റ്റാളേഷനും അതുപോലെ സ്പീഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനായിട്ടും ഒരു പെർഫോമൻസ് കൂടുതൽ കിട്ടുന്ന ഒരു മോഡലാണത്. ഒരു ഹൈ എൻഡ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം, ആ മോഡലാണത്. എന്താ വെച്ചാൽ ഞാനിത് ആക്ച്വലി എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇതിൻ്റെ റാപ്പിങ് കാര്യങ്ങളൊന്നും പൊളിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്കൊരു സംഭവം എങ്ങനെ ഇരിക്കുന്നതെന്ന് ഐഡിയ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ വീഡിയോ എടുക്കുന്നത് തന്നെ. എന്താ വെച്ചാൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ മെയിനായിട്ട് വേറെ കാണിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചേനെ. ഇതിപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഒന്നുമില്ല, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ നമ്മുടെ USB കുത്തി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇത് കിട്ടി തുടങ്ങും. അപ്പോൾ തന്നെ എന്ന് വെച്ചാൽ എല്ലാം ഓട്ടോമാറ്റിക് ഡ്രൈവർ ഇൻസ്റ്റാളേഷനാണ് വരുന്നത്. നമ്മൾ നെറ്റ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ Windows 11 ആയാൽ പിന്നെ പറയുന്നുണ്ട്, എല്ലാം 10ലും കിട്ടും, എല്ലാത്തിലും കിട്ടും. പക്ഷെ എല്ലാം വയർലെസ്സിൽ കണക്റ്റിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഇൻ്റർനെറ്റ് വഴി.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ നമ്മുടെ ടിപി ലിങ്കിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അങ്ങനെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓൾറെഡി ലാൻ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്തോളും വയർലെസ്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. ബെസ്റ്റ് നമ്മൾ നിങ്ങളുടെ കയ്യിൽ ഇൻറ്റർനെറ്റ് കണക്ഷൻ തീരെ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ മോഡൽ നമ്പർ വെച്ചെടുത്താൽ നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് കുത്തി കൊടുത്താൽ മതി. വേറെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വേറെ ഒരു സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പറയാത്തത്. ഇപ്പോൾ ബോക്സ് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഹലോ, അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ബെസ്റ്റ് ലിങ്ക് കിട്ടും. ഇതൊരു ഹൈ എൻഡ് മോഡലാണ്, വയർലെസ്സിൻ്റെ അല്ല വൈഫൈൻ്റെ അഡാപ്റ്ററിൻ്റെ എക്സ്റ്റേണൽ അഡാപ്റ്ററിൻ്റെ. അപ്പോൾ താല്പര്യവർക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇതേ പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.